പ്രേക്ഷകരും ലൈനിൽ തുടരുന്നുണ്ട്. വഞ്ചിയൂർ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വഞ്ചിയൂർ രാധാകൃഷ്ണൻ, ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥ വർഷങ്ങളായി നേരിട്ടറിയാവുന്ന ആളായിരിക്കുമല്ലോ താങ്കൾ. ഇതൊന്ന് പരിഹരിക്കേണ്ടേ? ആരാണ് ഇതിനൊന്ന് മുൻകൈ എടുക്കേണ്ടത്? ചെറുപ്പകാലം മുതൽ കാണുന്ന ഒരു പ്രദേശം തോടുമാണ് ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത്. അന്ന് കാണുന്ന അവസ്ഥ അല്ലാതെ അതിനൊരു മാറ്റവും ഇന്നേ വരെ വന്നിട്ടില്ല എന്ന് അതുവഴി കടന്നു പോകുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഒട്ടേറെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ആ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നിറഞ്ഞ് മഴക്കാലത്ത് ഓവർഫ്ലോ ചെയ്ത് ആ ചെറിയ റോഡിലൂടെ ആളുകൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ച ഒരു പദ്ധതിയല്ല. മഴക്കാലത്തിന് മുമ്പ് ആരംഭിക്കേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മഴക്കാലത്തിന് തൊട്ട് മുമ്പ് നമ്മൾ ആ പ്രദേശത്ത് കൂടി കടന്നുപോയാൽ ഈ മഴക്കാലത്ത് പോലും അവിടെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് എല്ലാവരും കണ്ടതാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് റെയിൽവേ കാമ്പസിനകത്തുകൂടിയാണ് ഈ കനാൽ കടന്നു പോകുന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അത് സമയബന്ധിതമായി റെയിൽവേ അതോറിറ്റിയുടെ അനുവാദത്തോടു കൂടിയോ അതല്ലെങ്കിൽ അവരുടെ അനുവാദം ലഭിച്ചില്ല എങ്കിൽ അതിന് മുകളിലുള്ള ആളുകളെ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി വിളിച്ചു വരുത്തി ഇത് തുറന്ന് ആ കനാൽ ക്രമീകരിച്ച് അവിടുത്തെ മാലിന്യം നീക്കം ചെയ്യേണ്ടത് ഇവിടുത്തെ നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. ഈ മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് കടുത്ത അലംഭാവം ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു ജീവൻ പൊലിഞ്ഞ സംഭവം ഇവിടെ വാർത്താ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഇവിടെ ഒരു ചർച്ചയാക്കിയത്. ഇതുപോലെ അറിയപ്പെടാത്ത ഒട്ടേറെ സംഭവങ്ങൾ മഴക്കാലത്ത് ഈ തോട്ടിൽ മൃതദേഹങ്ങൾ വീണ് അല്ലെങ്കിൽ തോട്ടിൽ വീണ് ആളുകൾ മരണപ്പെടുന്ന സംഭവങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. വളരെ നന്ദി പ്രതികരിച്ചതിന് ശ്രീ വഞ്ചിയൂർ രാധാകൃഷ്ണൻ. നമുക്ക്